ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പുതിയ ഉഭയകക്ഷി കരാറുകൾ ലാറ്റിൻ അമേരിക്കൻ വിപണിയിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ്. വ്യാപാര പ്രതിരോധ മേഖലകളിലെ ഈ കരുത്തുറ്റ നീക്കം സ്വാഭാവികമായും ചൈനയുടെ ഏകപക്ഷീയമായ സ്വാധീനത്തിന് വലിയൊരു തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. മേഖലയിലെ ചൈനീസ് മേധാവിത്വത്തെ പ്രതിരോധിക്കാൻ ഈ സഖ്യം എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയുടെ ഇന്ത്യ സന്ദർശനം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന നിർണായകമായ ഒരു അധ്യായമാണ്. വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി മാറിയിട്ടുള്ള ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ഈ നയതന്ത്ര ചർച്ചകൾ കേവലം സൗഹൃദ സന്ദർശനത്തിനപ്പുറം സാമ്പത്തികവും സൈനികവുമായ വലിയൊരു മുന്നേറ്റത്തിനാണ് അടിത്തറയിട്ടിരിക്കുന്നത്. 5 ദിവസം നീണ്ടുനിന്ന ഈ സന്ദർശനത്തിൽ ഒപ്പിട്ട 10ഓളം കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിരോധം, ആധുനിക സാങ്കേതിക വിദ്യ, ഊർജം എന്നീ മേഖലകളിലെ സഹകരണം വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം പ്രതിരോധ മേഖലയിലെ സഹകരണമാണ്. ലോകത്തിലെ പ്രമുഖ വിമാന നിർമ്മാതാക്കളായ ബ്രസീലിയൻ കമ്പനി എംബ്രായറും ഇന്ത്യയിലെ അദാനി ഡിഫൻസും ചേർന്ന് ഇന്ത്യയിൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ധാരണയിലെത്തിയത് വലിയൊരു ചുവടുവെപ്പാണ്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിമാന നിർമ്മാണ മേഖലയ്ക്ക് കരുത്താകുന്നതിനൊപ്പം പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ അപൂർവ ധാതുക്കളുടെ ഖനനത്തിലും സംസ്കരണത്തിലും സഹകരിക്കാനുള്ള കരാർ ഇന്ത്യയുടെ ഭാവി സാങ്കേതിക വിദ്യകൾക്കും ഇലക്ട്രിക് വാഹന വിപണിക്കും അത്യന്താപേക്ഷിതമാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ നിർമ്മാണം എന്നീ മേഖലകളിൽ സംയുക്തമായി പ്രവർത്തിക്കാനുള്ള തീരുമാനം ഇന്ത്യയെ ഒരു ഗ്ലോബൽ ടെക് ഹബ്ബാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കും. സാമ്പത്തികമായി നോക്കിയാൽ 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $30 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യാപാരികൾക്ക് 10 വർഷത്തെ ബിസിനസ് വിസ അനുവദിക്കാനുള്ള ബ്രസീലിന്റെ തീരുമാനം വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ സുഗമമാക്കും. കൂടാതെ ഡോളറിന് പകരമായി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാനും സ്വന്തം നാണയങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കും. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ഈ പുതിയ അടുപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. നിലവിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണെങ്കിലും തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇന്ത്യയുമായി ബ്രസീൽ കൈകോർക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലെ ചൈനീസ് സ്വാധീനത്തിന് വിള്ളലുണ്ടാക്കും. പ്രത്യേകിച്ച് പ്രതിരോധ സാങ്കേതിക വിദ്യയിലും അപൂർവ ധാതുക്കളുടെ വിതരണ ശൃംഖലയിലും ഇന്ത്യ ഒരു ബദലായി മാറുന്നത് ചൈനയുടെ വിപണി ആധിപത്യത്തിന് ഭീഷണിയാണ്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിൽ ചൈന തങ്ങളുടെ താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയും ബ്രസീലും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ചൈനയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് തടയിടും. കൂടാതെ ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ഒരുപോലെ സ്വാധീനമുള്ള 2 വലിയ ജനാധിപത്യ രാജ്യങ്ങൾ ഒന്നിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ചൈനയ്ക്ക് ലഭിക്കുന്ന മുൻതൂക്കം കുറയ്ക്കാൻ കാരണമാകും. ചുരുക്കത്തിൽ ലുല ഡ സിൽവയുടെ സന്ദർശനം ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചൈന പോലെയുള്ള വൻ ശക്തികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ലുല ഡ സിൽവയുടെ ഇന്ത്യ സന്ദർശനത്തെയും ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെടുന്ന ശക്തമായ ബന്ധത്തെയും അമേരിക്ക അതീവ ഗൗരവത്തോടെയും ഒരു പരിധിവരെ ആശങ്കയോടെയുമാണ് നോക്കിക്കാണുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയും ബ്രസീലും പുലർത്തുന്ന സ്വതന്ത്രമായ നിലപാടുകൾ അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര കാര്യത്തിൽ അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കി സ്വന്തം കറൻസികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ ആധിപത്യം കുറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക കരുത്തിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായതിനാൽ ഇത്തരം നീക്കങ്ങളെ അവർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കൂടാതെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 പോലുള്ള കൂട്ടായ്മകൾക്ക് ബദലായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നീങ്ങുന്നത് ലോകക്രമത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ കാരണമാകും. അമേരിക്കയുടെ പിൻമുറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ ഇന്ത്യയെ പോലൊരു രാജ്യം സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തന്ത്രപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് അമേരിക്ക കരുതുന്നുണ്ട്. ബ്രസീൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയുമായി സഹകരിക്കുന്നത് അമേരിക്കൻ ആയുധ വിപണിക്ക് ഭാവിയിൽ തിരിച്ചടിയായേക്കാം. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധ വിഷയത്തിൽ അമേരിക്കയുടെ കർശനമായ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കാതെ സമാധാന ചർച്ചകൾക്കായി ഒരു മധ്യസ്ഥ സംഘത്തെ രൂപീകരിക്കാനുള്ള ലുലയുടെയും മോദിയുടെയും താല്പര്യം അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് തടസ്സമായി അവർ വിലയിരുത്തുകയും ചെയ്യുന്നു. ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതിനെ അമേരിക്ക അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയും ബ്രസീലും ചേർന്ന് അമേരിക്കയെ ആശ്രയിക്കാത്ത ഒരു 3ാം ലോക ശക്തിയായി മാറുന്നത് തങ്ങളുടെ ആഗോള നിയന്ത്രണം നഷ്ടപ്പെടുത്തിയേക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്.
ചുരുക്കത്തിൽ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയോടും ബ്രസീലിനോടും അമേരിക്കയ്ക്ക് ആഭിമുഖ്യമുണ്ടെങ്കിലും അവരുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ സ്വതന്ത്ര നീക്കങ്ങൾ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ തികഞ്ഞ ജാഗ്രതയോടും വ്യത്യസ്തമായ താല്പര്യങ്ങളോടുമാണ് നോക്കിക്കാണുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വലിയൊരു ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ മുൻനിര വിമാന നിർമ്മാതാക്കളായ ബ്രസീലിയൻ കമ്പനി എംബ്രായർ ഇന്ത്യയുമായി ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറുകളിൽ ഏർപ്പെടുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമായി മാറ്റുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയും പാകിസ്ഥാനെ നയതന്ത്രപരമായി കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമാകുന്നുണ്ട്. അന്താരാഷ്ട്ര വേദികളിലും ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിലും ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുന്നത് ദക്ഷിണേഷ്യൻ മേഖലയിലെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബംഗ്ലാദേശ്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഐക്യത്തിനായി ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ വികസ്വര രാജ്യമായ ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര തലത്തിൽ ഗുണകരമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയും ബ്രസീലും ചേർന്ന് രൂപപ്പെടുത്തുന്ന വലിയ സാമ്പത്തിക കരാറുകൾ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ അവർക്ക് നേരിയ ആശങ്കകളുമുണ്ട്. ബ്രസീലിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും എണ്ണയും ഇന്ത്യ വഴി കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ബംഗ്ലാദേശ് ആലോചിക്കുന്നുണ്ടെങ്കിലും വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങൾ ചെറിയ അയൽ രാജ്യങ്ങളുടെ വിപണിയെ ബാധിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ മറ്റ് അയൽ രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയത്തെ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും അപ്പുറം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യ വിപുലമായ ബന്ധം സ്ഥാപിക്കുന്നത് മേഖലയിൽ ഇന്ത്യയുടെ ബിഗ് ബ്രദർ പദവി ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കും. ഇത് അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായുള്ള ചർച്ചകളിൽ കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഇതിനെ ഒരു സുരക്ഷാ ഭീഷണിയായി കാണുമ്പോൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള മറ്റ് അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ തങ്ങളുടെ കൂടി സാമ്പത്തിക ഉന്നമനത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യ നിലവിൽ പുലർത്തുന്നത് ചരിത്രത്തിലെ ഏറ്റവും സജീവവും തന്ത്രപ്രധാനവുമായ ബന്ധമാണ്. ബ്രസീലിന് പുറമെ മെക്സിക്കോ, അർജന്റീന, ചിലി, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര ഊർജ്ജ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ദൂരെ കൂടുതൽ ഒരു തടസ്സമായിരുന്ന പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ദൃഢമായ പങ്കാളിത്തത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ നീങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഊർജ്ജ സുരക്ഷയാണ്. വെനസ്വേല, ഗയാന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗയാനയിലെ പുതിയ എണ്ണ നിക്ഷേപങ്ങളിൽ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചത് വരും വർഷങ്ങളിൽ ഈ മേഖലയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. കാർഷിക മേഖലയിലും ലാറ്റിൻ അമേരിക്ക ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ്. അർജന്റീനയും ബ്രസീലും ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ആവശ്യങ്ങൾക്കായുള്ള സൺഫ്ലവർ, സോയാബീൻ ഓയിൽ എന്നിവയുടെ വലിയ സ്രോതസ്സുകളാണ്. പകരം ഇന്ത്യയുടെ ശക്തമായ ഫാർമസ്യൂട്ടിക്കൽസ് മേഖല ഈ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ എത്തിക്കുന്നുണ്ട്. ലിഥിയം നിക്ഷേപം ധാരാളമുള്ള അർജന്റീന, ചിലി, ബൊളീവിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ലിഥിയം ട്രയാങ്കിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ലിഥിയം ലഭ്യമാക്കുന്നതിനായി ഈ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രത്യേകം കരാറുകളിൽ ഏർപ്പെട്ടു വരികയാണ്. നയതന്ത്രപരമായി നോക്കിയാൽ ചൈനയ്ക്ക് വലിയ സ്വാധീനമുള്ള ലാറ്റിൻ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യ ഒരു ബദലായി മാറുന്നത് ആ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഇന്ത്യയുമായുള്ള ബന്ധം വികസിപ്പിക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വൈവിധ്യം കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു. IT സേവനങ്ങളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ നൽകുന്ന പിന്തുണ ഈ രാജ്യങ്ങളിലെ വികസനത്തിന് സഹായകമാകുന്നുണ്ട്. ചുരുക്കത്തിൽ വെറും വ്യാപാര ബന്ധത്തിനപ്പുറം തന്ത്രപ്രധാനമായ ഒരു പങ്കാളിത്തത്തിലേക്കാണ് ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയൊരു സൂര്യോദയമാണ് അടയാളപ്പെടുത്തുന്നത്. വൻ ശക്തികളുടെ രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ പെട്ടുപോകാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനും ഇന്ത്യക്കും ബ്രസീലിനും ഈ സഖ്യം കരുത്തു പകരും. വിഭവസമൃദ്ധമായ ലാറ്റിൻ അമേരിക്കയും അതിവേഗം വളരുന്ന ഇന്ത്യയും കൈകോർക്കുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന പുതിയൊരു ലോകക്രമത്തിന്റെ ചാലക ശക്തിയായി കൂടി മാറും. സങ്കീർണമായ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര മികവിന്റെ അടയാളമായി ഈ സന്ദർശനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.